നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അണ്വായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ നടക്കുന്ന ചർച്ച ഫലപ്രദമായാൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും US ഇറാൻ ചർച്ചയിൽ മുജ്തബ സജീവമായി ഇടപെടുന്നുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചു. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അണ്വായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ച ഫലപ്രദമായാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും ട്രംപ് പറഞ്ഞു. ആയത്തുള്ള അലി ഖമേനിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നും മുജ്തബയെ നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർക്കെല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട് എന്നും കാര്യങ്ങൾ ശരിയായി നടന്നാൽ ഒരു ദിവസം ഞങ്ങൾ കണ്ടുമുട്ടുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ചർച്ച വിജയിച്ചില്ല എങ്കിൽ മറ്റൊരു വഴിയിൽ കരാർ സാധ്യമാക്കുമെന്നും ട്രംപ് പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു. എന്നാൽ മറ്റൊരു വഴി എന്താണ് എന്ന് പ്രസിഡന്റ് വിശദീകരിച്ചില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റുവെങ്കിലും US ഇറാൻ ചർച്ചയിൽ മുജ്തബ സജീവമായി ഇടപെടുന്നുണ്ട് എന്നും ട്രംപ് സൂചിപ്പിച്ചു. മധ്യസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നത് ഇറാൻ പ്രതിനിധികൾ അവസാനിപ്പിച്ചെന്നാണ് ചൊവ്വാഴ്ച ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ചർച്ച വഴിമുട്ടിയിട്ടില്ല എന്നും തുടരുകയാണ് എന്നുമാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഷിക്കാഗോ മേയർ ബ്രണ്ടൻ ജോൺസനെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മേയറിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെ സന്ദർശിക്കാനെത്തിയ ഷിക്കാഗോ മേയർ ബ്രണ്ടൻ ജോൺസനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മേയർ ബ്രണ്ടൻ ജോൺസൺ വത്തിക്കാനിൽ പോപ്പ് ലിയോ 14 കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ കുടിയേറ്റ നയവും ഇറാൻ വിഷയവും ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം. മേയർക്ക് എതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ട്രംപ് ഇറാന് ആണവായുധം ലഭിക്കരുതെന്ന് ആരെങ്കിലും പോപ്പിനോട് വിശദീകരിക്കണമെന്നും ഷിക്കാഗോ മേയർ ബ്രണ്ടൻ ജോൺസൺ പ്രയോജനമില്ലാത്തവനാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അതേസമയം ഇറാൻ ആണവായുധ വികസനത്തെ പോപ്പ് പിന്തുണയ്ക്കുമെന്ന ആരോപണം ട്രംപ് പലതവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിന് തെളിവുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. കത്തോലിക്ക സഭയുടെ പഠനവും നിലപാടുമനുസരിച്ച് സഭ വർഷങ്ങളായി തന്നെ എല്ലാ ആണവായുധങ്ങൾക്കും യുദ്ധ സാഹചര്യങ്ങൾക്കും എതിരാണെന്നും ലോകവ്യാപക ആണവ നിരായുധീകരണത്തിന് സഭ പ്രതിബദ്ധമാണെന്നും പോപ്പ് ലയോ 14 തന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിനും സഭയുടെ നിലപാട് ആവർത്തിച്ചു. ഇതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിനെതിരെ മാർപ്പാപ്പ നടത്തിയ സമാധാന ആഹ്വാനങ്ങളും ട്രംപിന്റെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. 2026 ഏപ്രിൽ ട്രംപ് പോപ്പിനെ വിദേശ നയത്തിൽ ദുർബലൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം താൻ ട്രംപ് ഭരണകൂടത്തെ ഭയക്കുന്നില്ല, സുവിശേഷ സന്ദേശം തുറന്നു പറയുന്നത് തുടരും എന്നാണ് പോപ്പ് ലയോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അതേസമയം അമേരിക്കൻ രാഷ്ട്രീയത്തിലും വത്തിക്കാനിലും ഈ അഭിപ്രായ വ്യത്യാസം പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ക്യൂബൻ പ്രസിഡന്റ് മിഗുവേൽ ഡയസ് കാനലിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് US ട്രഷറി വകുപ്പിന്റെ പുതിയ നീക്കം. ക്യൂബൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡിയാസ് കാനലിന് മേൽ അമേരിക്കൻ ട്രഷറി വകുപ്പ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. പ്രസിഡന്റിന് പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യ ലിസ്ക്യൂസ്റ്റ പെരേസ, കാസ്ട്രോ കുടുംബത്തിലെ 2 അംഗങ്ങൾ, ക്യൂബൻ വിപ്ലവ സായുധ സേന മന്ത്രാലയം എന്നിവരുൾപ്പെടെ 4 വ്യക്തികളെയും 5 സ്ഥാപനങ്ങളെയുമാണ് പുതുതായി ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സാമ്പത്തികമായും നയതന്ത്രപരമായും പൂർണ്ണമായി ശ്വാസം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയുടെ ഈ പുതിയ നീക്കം. പുതിയ ഉപരോധങ്ങൾ പ്രകാരം ഇവർക്ക് അമേരിക്കയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും മരവിപ്പിക്കും. അമേരിക്കയുടെ ഈ നീക്കം പ്രതിഷേധാർഹമായ നടപടിയാണെന്ന് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പറഞ്ഞു. ക്യൂബയ്ക്ക് മേലുള്ള US-ന്റെ അനാവശ്യ ഇടപെടലുകളുടെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും വിദേശകാര്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിദൽ കാസ്ട്രോയുടെ സഹോദരൻ റൗൾ കാസ്ട്രോയിൽ നിന്ന് 2018 അധികാരമേറ്റെടുത്ത 66-കാരനായ മിഗുവേൽ ഡയസ് കാനൽ ക്യൂബൻ നയങ്ങൾക്കെതിരെയുള്ള US ഇടപെടലുകൾക്കെതിരെ കഴിഞ്ഞ മാസം ഹവാനയിൽ നടന്ന വൻ പ്രതിഷേധ പ്രകടനത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക നടപടികൾ കടുപ്പിച്ചത്. കഴിഞ്ഞ മാസം മാത്രം ക്യൂബൻ വാർത്താവിനിമയ മന്ത്രി, പ്രമുഖ സൈനിക നേതാക്കൾ, പ്രധാന രഹസ്യാന്വേഷണ ഏജൻസി എന്നിവരുൾപ്പെടെ 11 ഉദ്യോഗസ്ഥർക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കാനഡയിലെ നവീകരിച്ച ഓഷവോ സെയിന്റ് ജോസഫ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയ ബലിപീഠത്തിന്റെയും അൾത്താരയുടെയും സമർപ്പണ ശുശ്രൂഷ നടത്തപ്പെട്ടു. സീറോ മലബാർ മിസിസാഗ രൂപത ബിഷപ്പ് അഭിവന്യമാർ ജോസ് കല്ലുവേലിൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കാനഡയിലെ നവീകരിച്ച ഓഷവ സെന്റ് ജോസഫ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയ ബലിപീഠത്തിന്റെയും അൾത്താരയുടെയും സമർപ്പണ ശുശ്രൂഷ നടത്തപ്പെട്ടു. 2026 മെയ് 22 വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് സീറോ മലബാർ മിസിസാഗ രൂപത ബിഷപ്പ് അഭിമന്യമാർ ജോസ് കല്ലുവേലിൽ പിതാവ് മുഖ്യ കാർമ്മികനായി. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈശോ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഇങ്ങനെ സാധിക്കുമോ? പക്ഷേ ഈശോയ്ക്ക് പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതം നടക്കും. ആദ്യ അത്ഭുതമായ പച്ചവെള്ളത്തെ മുദ്രിച്ചാറയാക്കിയത് മുതൽ അങ്ങോട്ട് നമുക്കിതാണല്ലേ കാണുന്നത്, അല്ലേ? നമ്മൾ ഈശോ പറയുന്നതനുസരിച്ച് അങ്ങ് ചെയ്താൽ അവിടുന്ന് ആശീർവദിക്ക് വലിയ അത്ഭുതം നടക്കും. 5 അപ്പം കൊണ്ട് 5000 പേര് ആ കൊച്ചു കൈ പാലത് കൊടുത്തപ്പോൾ ഈശോയുടെ കയ്യിലെത്തിയപ്പോൾ അവിടെ അത്ഭുതം നടന്നു. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല എന്താ ചെയ്യാൻ പോകുന്നത്, മായാജാലമൊക്കെ കാണിക്കാൻ പോകുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവരിയ്ക്കാൻ പറഞ്ഞു, ആശീർവദിച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ഈശോ ഇന്നിവിടെ വളരെ സജീവമായിട്ട് നമ്മുടെ ഒപ്പമുണ്ട് എന്ന് നമ്മൾ തൊട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളാണല്ലോ ഇത്. ഇന്ന് ഈ പ്രതിഷ്ഠാകർമ്മയുടെ പൂർത്തിയാവുമ്പോൾ, ഈ അനുമോദന യോഗം നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം. എനിക്ക് അസാധ്യമായ ഒത്തിരി കാര്യമുണ്ട്, പക്ഷെ ദൈവമേ നിനക്ക് എല്ലാം സാധ്യമാണ്. വൈദികരും സന്യസ്തരും വിശ്വാസികളും വിശിഷ്ടാതിഥികളും അടങ്ങുന്ന ഒട്ടനവധി പേർ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നു. ഭക്തി നിർഭരമായി നടന്ന ശുശ്രൂഷകൾ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും അതുല്യ സാക്ഷ്യമായി മാറി. കഴിഞ്ഞ 5.5 വർഷമായി ഇടവകയെ അതിയായ സമർപ്പണത്തോടും ആത്മീയ ദൗത്യബോധത്തോടും കൂടി നയിച്ച പ്രിയ ഇടയനായ ഫാദർ ടെൻസൻ പോളിന്റെ കരുത്തായി ദേവാലയ നവീകരണത്തിൽ മുഴുവൻ ഇടവകയും സമൂഹവും ഒരു മനസ്സോടെ അണിനിരന്നു. പ്രവാചകനായ മോശ പുറപ്പാട് യാത്രയിൽ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് വിശ്വാസ സമൂഹത്തെ ആത്മീയ നവോത്ഥാനത്തിലേക്കും വളർച്ചയിലേക്കും അദ്ദേഹം നയിച്ചു. ചടങ്ങിൽ നിറഞ്ഞുനിന്ന ഭക്തിയും ആത്മീയാനുഭവവും പലർക്കും ദൈവകൃപയുടെ അത്ഭുതാവിഷ്കാരമായി അനുഭവപ്പെട്ടു. ദുർഹം മേഖലയിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി 2018 ഓഗസ്റ്റ് 19 മാർ ജോസ് കല്ലുവേലിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ഈ മിഷൻ സ്ഥാപിക്കപ്പെട്ടു. വിശ്വാസികളുടെ പ്രാർത്ഥനയും ഐക്യവും ത്യാഗങ്ങളും വഴി 2019 മെയ് 26 മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഈ മിഷനെ ഇടവകയായി ഉയർത്തി. കോവിഡ് മഹാമാരിയുടെ വെല്ലുവിളികൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചുനിന്ന സമൂഹം ഒടുവിൽ ടെൻസനച്ചന്റെ നേതൃത്വത്തിൽ ഓഷാവയിലെ 15 ഹാർമണി റോഡ് നോർത്തിൽ സ്വന്തമായൊരു ദേവാലയമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. 2022 ഡിസംബർ 24 ദേവാലയമാർ ജോസ് കല്ലുവേൽ പിതാവ് ആശീർവദിച്ചു. പുതുതായി സമർപ്പിക്കപ്പെട്ട നവീകരിച്ച ബലിപീഠവും അൾത്താരയും ഇനി വരും തലമുറകൾക്കായി വിശ്വാസത്തിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായി നിലകൊള്ളും. സെന്റ് ജോസഫ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിന്റെ ചരിത്രത്തിൽ ഈ ദിനം ദൈവകൃപയുടെയും ഐക്യത്തിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും നന്ദിയുടെയും അനശ്വര സ്മരണയായി എന്നും നിലനിൽക്കും. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങളുടെ തിരുനാൾ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ആഘോഷിച്ച് വിവിധ രാജ്യങ്ങൾ. തിരുനാളോടനുബന്ധിച്ച് നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളിൽ പങ്കുചേർന്ന് വിശ്വാസത്തിന് സാക്ഷ്യമേകാൻ ലിയോ പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ സമൂഹം. ക്രിസ്തുവിന്റെ തിരുശരീരക്തങ്ങളുടെ തിരുനാളായ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിനോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ നടത്തിവരുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തെ പ്രഘോഷിച്ചും വിശ്വാസത്തിന്റെ പരസ്യ സാക്ഷ്യത്തെ പ്രോത്സാഹിപ്പിച്ചും ലയോ 14 പാപ്പ 2026 ജൂൺ 3 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ പൊതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് ജൂൺ 4 നടക്കുന്ന ഈ തിരുനാളിന്റെ പ്രാധാന്യത്തെയും അത് ആഘോഷിക്കേണ്ടതിന്റെ ആവശ്യകതയെയും പാപ്പ പരാമർശിച്ചത്. വിശ്വാസത്തിന്റെ പരസ്യ സാക്ഷ്യമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് പാപ്പ വത്തിക്കാൻ ചതുരത്തിലെത്തിയ 1,00,000 വിശ്വാസികളോട് പറഞ്ഞു. ലത്തീൻ പ്രയോഗം അനുസരിച്ച് കോർപ്പസ് ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ തിരുശരീരക്തങ്ങളുടെ തിരുനാൾ ഈ ആഴ്ചയിൽ നാം ആചരിക്കുകയാണെന്ന് അനുസ്മരിച്ച പാപ്പ, നമുക്കായി മുറിയപ്പെട്ടതും നമുക്കേവർക്കുമായി നൽകപ്പെട്ടതുമായ അപ്പമായ യേശുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം ധ്യാനിക്കുന്നതെന്ന വിശ്വാസ സത്യം അനുസ്മരിച്ചു. ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട ജനകീയ ഭക്തിയുടെ ഭാഗമാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ വീഥികളിലൂടെ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്ന് പറഞ്ഞ പാപ്പ, വിശ്വാസത്തിന്റെ പരസ്യ സാക്ഷ്യവും മനോഹരവുമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം സജീവമായി തുടരുവാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാൾ അഥവാ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞുവരുന്ന വ്യാഴാഴ്ചയാണ് കൊണ്ടാടാറുള്ളത്. ലിയോ 14 പാപ്പയുടെ സ്പെയിനിലേക്കുള്ള അപ്പസ്തോലിക സന്ദർശനത്തിന് ജൂൺ 6 തുടക്കമാകും. 6 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ മഡ്രിഡ്, ബാഴ്സലോണ, കനേറി തുടങ്ങിയ ദ്വീപുകളും പാപ്പ സന്ദർശിക്കും.
അന്താരാഷ്ട്ര അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി സ്പെയിനിലേക്ക് ലിയോ പാപ്പ നടത്തുന്ന സന്ദർശനത്തിന് ജൂൺ 6 തുടക്കമാകും. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിൽ നടക്കുന്ന സന്ദർശനത്തിനിടെ മാഡ്രിഡ്, ബാഴ്സലോണ, കനേറി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ലിയോ പാപ്പ സന്ദർശനം നടത്തും. സമാധാനം, സാങ്കേതിക വളർച്ച, കുടിയേറ്റം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് സഭയുടെ നിലപാടുകൾ യാത്രയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടും. ജൂൺ 6 ശനിയാഴ്ച രാവിലെ റോമിൽ ഫ്യൂമിച്ചിനോയിലുള്ള ലെനാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്ര തിരിക്കുന്ന പാപ്പ നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. 20ലധികം പ്രഭാഷണങ്ങളാണ് ഇതിനിടെ നടത്തുക. നിരായുധീകരണം, സമാധാന പുനഃസ്ഥാപനം, യൂറോപ്പിലെ പ്രത്യേകിച്ച് സ്പെയിനിലെ സഭ നേരിടുന്ന വെല്ലുവിളികൾ, കുടിയേറ്റം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ലിയോ പാപ്പയുടെ പ്രഭാഷണങ്ങളിൽ ഇടം നേടുമെന്നാണ് കരുതപ്പെടുന്നത്. ജൂൺ 9 ചൊവ്വാഴ്ച വരെ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലായിരിക്കും ചിലവഴിക്കുക. ജൂൺ 9 ചൊവ്വാഴ്ച സ്പെയിനിന്റെ വടക്കുകിഴക്കൻ പ്രദേശത്തുള്ള ബാഴ്സലോണയിലേക്ക് പോകുന്ന പാപ്പ മോൺസെറാറ്റും സന്ദർശിക്കും. ജൂൺ 11 തിങ്കളാഴ്ച വരെ പരിശുദ്ധ പിതാവ് ബാഴ്സലോണയിലുണ്ടാകും. ജൂൺ 11 തിങ്കളാഴ്ച രാവിലെ കനേറി ദ്വീപുകളിലൊന്നായ ഗ്രാൻഡ് കനേറിയിലേക്ക് യാത്രയാകും. തുടർന്ന് ജൂൺ 12 വെള്ളിയാഴ്ച ടെനറിഫ് ദ്വീപിലെത്തുന്ന പാപ്പ തുടർന്ന് വൈകുന്നേരം 3 മണിയോടെ അവിടെ നിന്ന് തിരികെ റോമിലേക്ക് മടങ്ങും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരുമായുള്ള സംഭാഷണത്തെ ആധാരമാക്കി അൽസാദില മിരാദ അഥവാ കണ്ണുകളുയർത്തി നോക്കുവിനെന്ന വാക്യമാണ് യാത്രയുടെ ആപ്തവാക്യമായി പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിലേക്ക് തിരികെ നോക്കുവാനും മറ്റുള്ളവരോട് സാഹോദര്യ സഹാനുഭൂതികളോടെ നോക്കുവാനുമുള്ള വിളിയാണ് ഇതിലൂടെ അനുസ്മരിപ്പിക്കപ്പെടുന്നതെന്ന് വത്തിക്കാൻ സൂചിപ്പിച്ചു. വത്തിക്കാനിൽ ചേരുന്ന കർദിനാൾമാരുടെ നിർണായക കൺസിസ്റ്ററിയിൽ ലോക സാഹചര്യങ്ങൾ, മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, സിനഡ് എന്നിവ മുഖ്യ ചർച്ചാ വിഷയങ്ങളാകും. ജൂൺ 26 മുതൽ 29 വരെയാണ് ലിയോ പാപ്പയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കർദിനാൾമാരുടെ സമ്മേളനം നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും സിനഡിന്റെ ഭാവി പ്രവർത്തനങ്ങളും ലിയോ 14 പുതിയ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസ് ഉയർത്തുന്ന വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ജൂൺ അവസാന വാരം വത്തിക്കാനിൽ കർദിനാൾമാരുടെ നിർണായക കൺസിസ്റ്ററി ജൂൺ 26, 27, 29 തീയതികളിൽ ലിയോ 14 പാപ്പ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ കൺസിസ്റ്ററിയിൽ സഭയുടെയും ലോകത്തിന്റെയും ഭാവിയെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റേറെ എല്ലാ കർദിനാൾമാർക്കും അയച്ച കത്തിലാണ് സമ്മേളനത്തിന്റെ അജണ്ട വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യ സെഷനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും പ്രാദേശിക സഭകൾ നേരിടുന്ന വെല്ലുവിളികളും പ്രത്യാശയുടെ അടയാളങ്ങളും വിലയിരുത്തും. തങ്ങളുടെ രാജ്യങ്ങളിലും രൂപതകളിലും നേരിടുന്ന പ്രതിസന്ധികളും സുവിശേഷ സാക്ഷ്യങ്ങളും കർദിനാൾമാർ പങ്കുവയ്ക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും സെഷനുകൾ മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസ് കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ധ്രുവീകരണവും അക്രമവും വർദ്ധിച്ചുവരുന്ന ലോകത്തിൽ സമാധാനം മനുഷ്യരാശിയുടെ പൊതുനന്മയ്ക്ക് അനിവാര്യമാണെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനമാണ് പ്രധാന ചർച്ചാ വിഷയം. യുദ്ധബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. യുദ്ധത്തെ ന്യായീകരിക്കുവാൻ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ജസ്റ്റ് വാർ സിദ്ധാന്തത്തെ അതിജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും സഭയുടെ സമാധാന ദൗത്യവും സമ്മേളനം ചർച്ച ചെയ്യും. മനുഷ്യന്റെ സമഗ്ര വികസനവും സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ലോക പരിവർത്തനങ്ങളെ വായിക്കേണ്ടതിന്റെ ആവശ്യകതയും 3-ാം സെക്ഷനിൽ പരിഗണിക്കും. അവസാന ദിവസത്തിൽ സിനഡിന്റെ പുരോഗതികൾ കർദിനാൾമാർ അവതരിപ്പിക്കും. 2027-28 സിനഡൽ അസംബ്ലിക്കായുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തും. തുടർന്ന് മാർപ്പാപ്പയും കർദിനാൾമാരും തമ്മിലുള്ള തുറന്ന സംവാദം നടക്കും. ജൂൺ 29 വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന ദിവ്യബലിയോടെയാണ് കൺസിസ്റ്ററി സമാപിക്കുക. അന്നേ ദിവസം തന്നെ പുതിയ മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പുമാർക്ക് പാലിയവും സമ്മാനിക്കും. ഫ്ലോറിഡയിൽ 2 തവണ ജനിച്ച കുഞ്ഞ് അത്ഭുതമുണർത്തുന്ന വാർത്തയാകുന്നു. ഒർലാൻഡോ ഹെൽത്ത് വിമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് വാർത്ത ലോകമറിയുന്നത്. മരണത്തെ തോൽപ്പിച്ച അത്ഭുത ജനനം. ശാസ്ത്രലോകത്തെയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തി ഫ്ലോറിഡയിൽ നിന്നൊരു അപൂർവ വാർത്ത. അത്ഭുത ശിശു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ക്യാഷൻ എന്ന ഈ പിഞ്ചുകുഞ്ഞിനെ വിശേഷിപ്പിക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അതീവ സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കാഷ്യൻ മരണത്തെ വിജയിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഫ്ലോറിഡ സ്വദേശികളും ക്രൈസ്തവ വിശ്വാസികളുമായ കൈഷറയുടെയും ഗ്രെഗ് ജോബർട്ടിന്റെയും മകനാണ് കാഷ്യൻ. ഇന്ന് ലോകം മുഴുവൻ ഈ കുഞ്ഞിനെ നോക്കി അത്ഭുതപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ കുഞ്ഞിന് ഇനി വർഷത്തിൽ 2 ജന്മദിനങ്ങൾ ഉണ്ടാകും. ഗർഭാവസ്ഥയുടെ 19-ാം ആഴ്ചയിലാണ് ആ ഞെട്ടിക്കുന്ന വിവരമെത്തുന്നത്. കുഞ്ഞിന് ചാവൂസ് അഥവാ കോൺജനിറ്റൽ ഹയർവേ ഒബ്സ്ട്രക്ഷൻ സിൻഡ്രോം എന്ന അതീവ ഗുരുതരവും അപൂർവവുമായ രോഗാവസ്ഥയാണ്. ശ്വാസനാളം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന ഈ അവസ്ഥയിൽ ശ്വാസകോശത്തിലെ ദ്രാവകം പുറത്തുപോകാനാകാതെ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരണപ്പെടാനാണ് 99% സാധ്യതയും. ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്ത ആ ക്രൈസ്തവ ദമ്പതികൾ ഡോക്ടർ ഇമ്മാനുവേൽ ബ്ലാസ്റ്റേഴ്സിന്റെ സേവനം അഭ്യർത്ഥിച്ചു.
ചികിത്സിച്ചു. പലയിടത്തും തിരഞ്ഞപ്പോഴാണ് ഇതൊരു മാരകമായ അവസ്ഥയാണെന്ന് അറിഞ്ഞത്. തങ്ങളുടെ കുഞ്ഞ് കൈവിട്ടുപോയി എന്ന് കരുതിയ ആ മാതാപിതാക്കൾ ദൈവത്തിൽ തങ്ങളുടെ എല്ലാ വിശ്വാസവും പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് മിക്ക സമയവും പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. തുടർന്ന് മെഡിക്കൽ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ആ ഓപ്പൺ ഫീറ്റൽ സർജറി നടന്നു. സിസേറിയനിലൂടെ കുഞ്ഞിനെ ഭാഗികമായി പുറത്തെടുത്തു. തലയും കൈകളും മാത്രം പുറത്തെടുക്കുമ്പോഴും പ്ലാസന്റ വഴി കുഞ്ഞ് അമ്മയിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ENT വിദഗ്ധർ കുഞ്ഞിന്റെ ശ്വാസനാളത്തിലെ തടസ്സം വിജയകരമായി നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞിനെ വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. 6 ആഴ്ചകൾക്ക് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ ക്യാഷൻ ഈ ഭൂമിയിലേക്ക് രണ്ടാമതും ജനിച്ചു വീണു. ജനനത്തിന് ശേഷം ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ക്യാഷന് അവന്റെ മാതാപിതാക്കൾ മാമോദീസായും രോഗിലേപനവും നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്തു. ഒടുവിൽ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും ഫലം കണ്ടു. ഇന്ന് അവൻ ആരോഗ്യവാനായ 9 മാസം പ്രായമുള്ള കുഞ്ഞാണ്. തന്റെ ജീവൻ രക്ഷിച്ച ആ അപൂർവ ശസ്ത്രക്രിയ നടന്ന ദിവസവും പിന്നീട് യഥാർത്ഥത്തിൽ ജനിച്ച ദിവസവും വലിയ രീതിയിൽ ആഘോഷമാക്കാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. ക്യാഷിന്റെ മാതാപിതാക്കളുടെ ദൈവവിശ്വാസം ലോകത്തിന് തന്നെ വലിയൊരു പ്രത്യാശയായി മാറുകയാണ്. കാൽപന്ത് കളിയുടെ ആവേശത്തിൽ ലോകം ഉണരവേ കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവാനുഗ്രഹം തേടി പ്രമുഖ ദേശീയ ടീമുകൾ. അതേസമയം ലോകകപ്പ് ആരാധകരെ സ്വീകരിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളുമായി അമേരിക്കൻ രൂപതകൾ. ലോകകപ്പിനായി ആത്മീയമായി ഒരുങ്ങി ഫുട്ബോൾ ലോകം. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് ലോകം ഉണരവേ കളിക്കളത്തിൽ ഇറങ്ങും മുമ്പ് ദൈവാനുഗ്രഹം തേടുകയാണ് പ്രമുഖ ദേശീയ ടീമുകൾ. ക്രൊയേഷ്യ, പരാഗ്വ, പനാമെ, മെക്സിക്കോ, ബ്രസീൽ തുടങ്ങിയ ടീമുകളിലെ കളിക്കാരും പരിശീലകരും പരിശുദ്ധ കുർബാനയിലും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പങ്കുചേരുന്നത് കായിക ലോകത്ത് ശ്രദ്ധേയമാകുന്നു. ലോകകപ്പിനായി മെക്സിക്കോയിൽ നവീകരിച്ച സ്റ്റേഡിയം മെക്സിക്കോ രൂപതയുടെ സഹായമെത്രാൻ മോൺസിനോർ ഫ്രാൻസിസ്കോ ജൊവാനിയർ എസേറ പ്രാർത്ഥനയോടെ ആശീർവദിച്ചു. ലോകകപ്പ് വേദികളായ അമേരിക്കയിലെ വിവിധ രൂപതകളും ഈ കായിക മാമാങ്കത്തെ വലിയൊരു സുവിശേഷ അവസരമായാണ് കാണുന്നത്. ഫുട്ബോൾ ആരാധകരെ വരവേൽക്കാനും അവർക്ക് ആത്മീയ സേവനങ്ങൾ ഉറപ്പാക്കാനും വിവിധ ക്രൈസ്തവ സഭകൾ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. അമേരിക്കയിലെ കൻസാസ് സിറ്റി, അറ്റ്ലാന്റ, ഹൂസ്റ്റൺ, ഡാലസ്, ബോസ്റ്റൺ, സിയാറ്റിൻ തുടങ്ങിയ നഗരങ്ങളിലെ കത്തോലിക്ക രൂപതകൾ സന്ദർശകർക്കായി ബഹുഭാഷാ കുർബാനകൾ, പ്രാർത്ഥനാ സൗകര്യങ്ങൾ, വിവരസാങ്കേതിക വിഭവങ്ങൾ എന്നിവ ഒരുക്കുന്നു. ഹൂസ്റ്റൺ അതിരൂപത ആരാധനകൾക്കും കുമ്പസാരത്തിനുമുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കിയിട്ടുണ്ട്. സിയാറ്റയിലെ ക്രൈസ്തവ സമൂഹം ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നു. വിക്ടറി ബിയോണ്ട് കപ്പ് എന്ന പേരിൽ ക്യൂ, ഫെലോഷിപ്പ് ഓഫ് ക്രിസ്ത്യൻ അത്ലറ്റ്സ് തുടങ്ങിയ സംഘടനകൾ ചേർന്ന് വലിയൊരു സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് സഭകളെയും വിശ്വാസികളെയും ഉൾപ്പെടുത്തി മത്സരങ്ങൾ കാണാനും വിശ്വാസം പങ്കുവയ്ക്കുവാനും ഇതിലൂടെ സൗകര്യമൊരുക്കുന്നു. കായിക വിനോദങ്ങൾ സംസ്കാരങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമിടയിൽ പാലങ്ങൾ നിർമ്മിക്കുവാനുള്ള ഉപകരണമാണെന്ന് ലയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചു. കായികരംഗം സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സംവാദത്തിന്റെയും വേദിയായി മാറട്ടെ എന്നും പാപ്പ പ്രാർത്ഥിക്കുന്നു. നൈജീരിയയിൽ ക്രൈസ്തവരുടെ രക്തക്കറ വീണ് കൊതി തീരാതെ ഫുലാനി തീവ്രവാദികൾ. നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്തുണ്ടായ സായുധ ആക്രമണത്തിൽ 8 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. കുട്ടികളും സ്ത്രീകളുമടക്കം 15ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പ്രാദേശിക ഭരണകൂടം സ്ഥിരീകരിച്ചു. നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്തുണ്ടായ സായുധ ആക്രമണത്തിൽ 8 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. കുട്ടികളും സ്ത്രീകളുമടക്കം 15ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പ്രാദേശിക ഭരണകൂടവും ഗ്രാമവാസികളും സ്ഥിരീകരിച്ചു. ഫുലാനി തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. മെയ് 31 ഞായറാഴ്ച വൈകുന്നേരത്തോടെ മിഡിൽ ബെൽറ്റ് മേഖലയിലെ മാങ്കു ലോക്കൽ ഗവൺമെന്റ് പരിധിയിലുള്ള ഗോൻചാങ് എന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ കാർഷിക ഗ്രാമത്തിലാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്. ഭൂമി തർക്കങ്ങളെയും വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വീഴ്ചകളെയും തുടർന്ന് കഴിഞ്ഞ കുറച്ചുകാലമായി ഈ പ്രദേശത്ത് സമാനമായ സായുധ ആക്രമണങ്ങൾ പതിവാണ്. മെയ് 31 ഞായറാഴ്ച രാത്രി 7:30ഓടെയാണ് തൂക്കുകളേന്തിയ ആക്രമികൾ ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറിയത്. പള്ളിയിലെ സായാഹ്ന പ്രാർത്ഥനയും സ്ത്രീകളുടെ പ്രത്യേക പ്രാർത്ഥനാ യോഗവും കഴിഞ്ഞ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് വെടിവയ്പുണ്ടായത്. നിരായുധരായ ഗ്രാമവാസികൾക്ക് നേരെ ആക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ 4 പുരുഷന്മാരും 4 സ്ത്രീകളും സംഭവസ്ഥലത്തു തന്നെ കൊല്ലപ്പെട്ടു. വെടിയേറ്റും മറ്റു പരിക്കുകളോടെയും അവശരായ 15 പേരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. സമീപത്തെ ഒരു താവളത്തിൽ നിന്നെത്തിയ ആക്രമികൾ കൃത്യം നിർവഹിച്ച ശേഷം അതേ വഴിയിലൂടെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണം തുടങ്ങിയ ഉടൻ തന്നെ ഗ്രാമവാസികൾ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്ന സൈന്യത്തെ വിവരമറിയിച്ചെങ്കിലും സൈനികർ എത്തുമ്പോഴേക്കും ആക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 10 മണിയോടെയാണ് സൈന്യം സംഭവസ്ഥലത്ത് എത്തിയതെന്ന് ഗ്രാമവാസികൾ കുറ്റപ്പെടുത്തി. കത്തോലിക്ക ക്രിസ്ത്യൻ ഭൂരിപക്ഷ കാർഷിക ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ട് പ്ലേറ്റോ സംസ്ഥാനത്ത് സായുധ ഗ്രൂപ്പുകൾ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളും ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെക്കൈന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.